നവംബർ 2 സകല മരിച്ചവരുടെയും ഓർമ്മദിനം ആചരിച്ച് ആഗോള സഭ. വിജയസഭയുടെ തിരുനാൾ കഴിഞ്ഞ ഉടനെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സകല സഭയിലേക്കാണ്. മരിക്കുന്നവരെല്ലാം ദൈവത്തെ അഭിമുഖം ദർശിക്കാൻ തക്ക യോഗ്യതയുള്ളവരായിരിക്കുകയില്ല. അതേസമയം ശപിക്കപ്പെട്ട ആത്മാക്കളുടെ ഗണത്തിൽ തള്ളപ്പെടാൻ മാത്രം പാപം എല്ലാവരിലും ഉണ്ടായിരിക്കുകയില്ല. അതിനാൽ മരിക്കുന്നവരിൽ ചിലർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. എന്നാൽ അവർ തങ്ങളുടെ പാപങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ചെയ്തിട്ടില്ലെന്ന് വരാം. ദൈവത്തിന്റെ കാരുണ്യം അവരെ നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നു. അവിടുത്തെ നീതി അവരുടെ വിശുദ്ധീകരണം ആവശ്യപ്പെടുന്നു. അതിനാൽ സ്വർഗത്തിനും നരകത്തിനുമിടയ്ക്ക് ശുദ്ധീകരണ സ്ഥലം എന്നൊരു ശിക്ഷാ കേന്ദ്രമുണ്ടെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. 11-ാം ശതാബ്ദത്തിൽ മരിച്ചവരുടെ ഓർമ്മ പെരുന്നാൾ സഭയിൽ സാർവത്രികമായി കാണുന്നു. 5-ാം ശതാബ്ദം മുതൽ മരിച്ചവർക്കായി കുർബാന ചൊല്ലി കാഴ്ചവെച്ചിരുന്നതായി കാണാം. സ്വർഗവാസികൾക്ക് പ്രാർത്ഥന ആവശ്യമില്ല, നരകവാസികൾക്ക് പ്രാർത്ഥന പ്രയോജനപ്പെടുകയുമില്ല. നിശ്ചിത കാലത്തെ ശുദ്ധീകരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പോകാവുന്ന ആത്മാക്കളുണ്ടെന്നാണല്ലോ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സ്പഷ്ടമാക്കുന്നത്. 2 മക്കബായർ 12:46 യൂദാസ് മക്കബോയിസ് തന്റെ കൂടെ പോരാടുകയും പോർക്കളത്തിൽ മരിച്ചവർക്ക് വേണ്ടി ബലികളർപ്പിക്കാൻ 12,000 നാണയം പിരിച്ചെടുത്ത് ജെറുസലേമിലേക്ക് അയച്ചു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധവും രക്ഷാകരവുമെന്ന ചിന്തയാണെന്ന ബോധ്യത്തോടുകൂടിയാണ് യൂദാസ് അങ്ങനെ ചെയ്തത്. നാം എല്ലാവരും ഒരു ശരീരത്തിലെ അവയവങ്ങളാകയാൽ ഒരാളുടെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ആ ശരീരത്തിലെ മറ്റ് അംഗങ്ങൾക്ക് പ്രയോജനമായി ഭവിക്കുന്നു. ദിവ്യബലി മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കാൻ ഉതകുമെന്ന ട്രെന്റ് സൂനകദോസിന്റെ നിർവചനവുമുണ്ട്. മോനിക്ക പുണ്യവതി മരണനേരത്ത് തന്റെ കണ്ണീരിന്റെ പുത്രനായ വിശുദ്ധ അഗസ്തീനോസിനോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ: മകനെ, നീ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ എന്നെ ഓർമ്മിക്കുക.